ആഭ്യന്തര വകുപ്പ് വേണമെന്നതിനൊപ്പം അൻവർ സാദത്തിനെ കൂടി മന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി രമേശ് ചെന്നിത്തല. നിലപാട് AICC നേതൃത്വത്തെ അറിയിച്ചു. അൻവർ സാദത്തിനെ മന്ത്രിയാക്കിയില്ലെങ്കിൽ താനും മന്ത്രിസഭയിലേക്കില്ല എന്നാണ് ചെന്നിത്തലയുടെ നിലപാട്. ഇന്നലെ KC വേണുഗോപാലും ദീപാദാസ് മുൻഷിയും VD സതീശൻ നടത്തിയ ചർച്ചയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് നൽകാൻ ധാരണയായിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ ഉപാധി. മുഖ്യമന്ത്രി പദം നഷ്ടമായെങ്കിലും പുതിയ മന്ത്രിസഭയിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് KC വേണുഗോപാലും. തനിക്കൊപ്പമുള്ള 8 പേരെയാണ് KC വേണുഗോപാൽ മന്ത്രിസഭയിലേക്ക് നിർദ്ദേശിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ ഐസക്കും രജീഷ് നരിക്കുനിയും വിജിൻ വായന്തോടുമുണ്ട്. ആദ്യം സുനിൽ ഐസക്കിലേക്കായി. സുനിൽ, KC നിർദ്ദേശിക്കുന്ന 8 പേര് ആരൊക്കെയാണ്? അജിംസ്, ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിക്കാമോ? KC വേണുഗോപാൽ മുന്നോട്ട് വയ്ക്കുന്ന 8 പേരുകൾ ആരുടേതാണ്? UDFന്റെ ഘടകകക്ഷി മന്ത്രി വിഭജനത്തെക്കാൾ വലിയ പ്രതിസന്ധിയിലേക്കായിരിക്കും ഒരുപക്ഷെ കോൺഗ്രസിന്റെ മന്ത്രിമാരാരൊക്കെ എന്ന തീരുമാനത്തിലേക്ക് എത്താനുള്ള താമസം. കാരണം ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, കോൺഗ്രസിൽ 11 പേർക്കാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിസ്ഥാനം ലഭിക്കുക. അതിൽ വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് KC വേണുഗോപാൽ. 6 മുതൽ 8 വരെ പേരുടെ പേരുകളാണ് മന്ത്രിസഭയിലേക്ക് KC വേണുഗോപാൽ നിർദ്ദേശിക്കുന്നത്. ഒപ്പം രമേശ് ചെന്നിത്തലയും 2 പേരുടെ പേര് നിർദ്ദേശിക്കുന്നുണ്ട്. അതിൽ ഒരാൾക്കെങ്കിലും മന്ത്രിസ്ഥാനം വേണം എന്ന കടും പിടുത്തം രമേശ് ചെന്നിത്തല ഇപ്പോൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. KC വേണുഗോപാലിന്റെ പട്ടിക എടുത്താൽ അതിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉണ്ട്, PC വിശ്വനാഥ് ഉണ്ട്, T സിദ്ദിഖ് ഉണ്ട്, M ലിജു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, AP അനിൽകുമാർ എന്നീ 6 പേർക്ക് നിർബന്ധമായും മന്ത്രിസ്ഥാനം വേണമെന്ന നിലപാടിലാണ് KC വേണുഗോപാൽ ഉള്ളത്. അതിനൊപ്പം N ശക്തൻ, നാടാർ പ്രതിനിധി മാത്രമല്ല, അദ്ദേഹം KCയുടെ ഒരു വിശ്വസ്തന്മാരിൽ ഒരാളാണ്. N ശക്തൻ, ഒപ്പം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OK ജനീഷ്, ഇത്രയും ആളുകളെ മന്ത്രിസഭയിലേക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ KC വേണുഗോപാൽ. അതായത് മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കില്ലെങ്കിൽ കൂടിയും മന്ത്രിസഭയിൽ തന്റെ വലിയ അപ്രമാദിത്വം ഉണ്ടാക്കുക എന്നതാണ്, തന്റെ വലിയ സ്വാധീനം ഉണ്ടാക്കുക എന്നതാണ് KC ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പുറത്ത് നോക്കൂ, ഇപ്പോൾ രമേശ് ചെന്നിത്തലയും സമ്മർദ്ദ തന്ത്രം ശക്തമാക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ് ഇടഞ്ഞു നിന്നിരുന്ന രമേശ് ചെന്നിത്തല പക്ഷെ പിന്നീട് ഇന്നലെ നടന്ന ചർച്ചകളിലൊക്കെ കുറെ കാര്യങ്ങൾ അയയുന്നു. അങ്ങനെ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിസ്ഥാനം ഉണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് ലഭിച്ചാൽ മന്ത്രിസഭയിൽ ചേരാം എന്ന നിലപാടെടുക്കുന്നു. അങ്ങനെ ഇന്നലെ KC വേണുഗോപാലും ദീപാദാസ് മുൻഷിയും അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുന്നു. അതിനുശേഷം KCയും ദീപാദാസ് മുൻഷിയും VD സതീശനും ചർച്ച നടത്തുന്നു. ആ ചർച്ചകൾക്കൊടുവിൽ രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വരട്ടെ, അതിനുവേണ്ടി വിട്ടുവീഴ്ചകൾക്ക് താൻ തയ്യാറാണ്, ആഭ്യന്തര വകുപ്പ് എന്ന കടുംപിടുത്തം തനിക്കില്ല, അതുകൊണ്ട് അദ്ദേഹം വരട്ടെ എന്ന നിലപാടിലേക്ക് VD സതീശനും എത്തുന്നു. ആ വിവരം രമേശ് ചെന്നിത്തലയെ ഔദ്യോഗികമായി തന്നെ പാർട്ടി നേതൃത്വം, AICC നേതൃത്വം അറിയിക്കുകയും ചെയ്തു. പക്ഷേ തൊട്ടു പിന്നാലെ അദ്ദേഹം മറ്റൊരു ഡിമാൻഡ് കൂടി മുന്നോട്ട് വെക്കുന്നു. തന്റെ കൂടെയുള്ള 2 പേരെ കൂടി മന്ത്രിസഭയിലേക്ക് എടുക്കണം. അത് അൻവർ സാദത്തിനെയും IC ബാലകൃഷ്ണനെയുമാണ്. പക്ഷേ IC ബാലകൃഷ്ണനെ മന്ത്രിസഭയിൽ എടുത്തില്ലെങ്കിൽ കൂടിയും അൻവർ സാദത്തില്ലാതെ ഒരു തരത്തിലും മുന്നോട്ട് പോകാനില്ല എന്ന കടുത്ത നിലപാടിലേക്ക് അദ്ദേഹം പോകുന്നു. അതായത് തനിക്കൊപ്പം കാലാകാലങ്ങളായി നിൽക്കുന്ന തന്റെ വിശ്വസ്തരെ കൂടി സംരക്ഷിക്കേണ്ട സാഹചര്യം തനിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ താൻ മന്ത്രിസഭയിലേക്കില്ല, അവരില്ലെങ്കിൽ താനുമില്ല എന്ന നിലപാടിലേക്ക് രമേശ് ചെന്നിത്തല ഇപ്പോൾ എത്തിയിട്ടുണ്ട്. എന്തായാലും അത് സംബന്ധിച്ച് ചില ചർച്ചകൾ പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സംസാരിക്കുമ്പോൾ രമേശ് ചെന്നിത്തല കട്ട് ആൻഡ് റൈസായി പറഞ്ഞത് ഞാൻ മന്ത്രിസഭയിലേക്കില്ല എന്നാണ്. അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ആ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അതിന് പക്ഷേ കാരണമുണ്ട്, അത് അൻവർ സാദത്തിന് വേണ്ടിയുള്ള സമ്മർദ്ദമാണ്. പക്ഷെ നോക്കൂ, VD സതീശൻ പക്ഷവും അവരുടെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം നടക്കുന്നുണ്ട്. പ്രധാനമായും അവർ മുന്നോട്ട് വെക്കുന്നത് K മുരളീധരന്റെ അടക്കമുള്ളവരുടെ പേരുകളാണ്. മുരളീധരൻ എന്തായാലും ഇത്തവണ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പുമാണ്. ഇങ്ങനെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കോൺഗ്രസിന് കിട്ടേണ്ട 10 എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ മന്ത്രിമാരുടെ എണ്ണം കയറിപ്പോകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് അതെങ്ങനെ മാനേജ് ചെയ്യുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ശേഷം KC വേണുഗോപാൽ VD സതീശനെ കാണാനായി കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ ഒരുപക്ഷെ KPCC ഓഫീസിലേക്ക് എത്തി ദീപാദാസ് മുൻഷിയും KCയും VD സതീശനും ചേർന്ന് ചർച്ച നടത്തും. ആ ചർച്ചയ്ക്കൊടുവിലായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുക. മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അതിൽ VD സതീശൻ എടുക്കുന്ന നിലപാടുകൾ നിർണായകമാണ്. അദ്ദേഹമാണ് ആ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പറയുകയും ചെയ്യുക. എന്തായാലും പാർട്ടി നിർദ്ദേശം കൂടി അദ്ദേഹം അംഗീകരിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. മറുഭാഗത്ത് ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 10:30 മണിയോടുകൂടി VD സതീശൻ കൊച്ചിയിൽ നിന്ന് ഇവിടെ കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് അദ്ദേഹം എത്തും. അദ്ദേഹം എത്തിയാൽ ഉടൻ ഓരോ ഘടകകക്ഷി നേതാക്കളെയും പ്രത്യേകമായി കണ്ട്
സംസാരിച്ച് വകുപ്പുകൾ, മന്ത്രിമാരുടെ എണ്ണം ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കും. അതിനുശേഷം മാത്രമായിരിക്കും ഈ കോൺഗ്രസിന്റെ ചർച്ചകളിലേക്ക് പോവുക. ഞാൻ ചില നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ആ ചർച്ച കന്റോൺമെന്റ് ഹൗസിൽ നടക്കുമ്പോൾ സമാന്തരമായി അനൌദ്യോഗികമായി കോൺഗ്രസ് നേതാക്കളുമായുള്ള മന്ത്രി ചർച്ചകളും മറ്റു സമാന്തരമായി പാരലായി നടക്കുന്നുണ്ട് എന്നാണ്. എന്തായാലും രാവിലെ ആദ്യം ക്ഷണിച്ചിരിക്കുന്നത് PK കുഞ്ഞാലിക്കുട്ടിയാണ്, ലീഗിനെയാണ്. ആദ്യം ലീഗ് നേതാക്കളാണ് കന്റോൺമെന്റ് ഹൗസിലെത്തി VD സതീശനുമായി ചർച്ച നടത്തുക. ലീഗ് ഇപ്പോൾ നിലവിൽ 5 മന്ത്രിസ്ഥാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് 4 വെട്ടിക്കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യമൊക്കെ അവരോട് ചോദിച്ചിട്ടുണ്ട്. മറ്റെന്തെങ്കിലും ഡിമാൻഡ് അവർ മുന്നോട്ട് വെക്കുമോ? നേരത്തെ സ്പീക്കർ സ്ഥാനമൊക്കെ ചോദിക്കും എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് എന്തായാലും വിട്ടുകൊടുക്കാൻ ലീഗ് തയ്യാറല്ല എന്നും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട വകുപ്പുകൾ 5 മന്ത്രിസ്ഥാനം എന്ന നിലപാടിലാണ് ഇപ്പോൾ ലീഗ് ഉള്ളത്. അതിൽ മറ്റെന്തെങ്കിലും അയവുണ്ടാകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. കേരള കോൺഗ്രസ് ഇപ്പോൾ 2 മന്ത്രിസ്ഥാനം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അവരോട് ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചീഫ് വിപ്പ് അത് കോൺഗ്രസ് എടുക്കട്ടെ, എന്നിട്ട് മന്ത്രിസ്ഥാനം ഞങ്ങൾക്ക് തരൂ എന്ന നിലപാടാണ് അവർക്കുള്ളത്. രണ്ടാമതായി പോകുന്നത് കേരള കോൺഗ്രസ് ആണ്. PJ ജോസഫും മോൻസ് ജോസഫും കൂടിയാണ് കന്റോൺമെന്റ് ഹൗസിൽ ചർച്ചയ്ക്കായി പോകുന്നത്. ശേഷം CMB, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം, ഒപ്പം RSP ഈ 3 പാർട്ടികളെയും വിളിക്കും. അവരുമായിട്ട് പക്ഷേ ഇനി വകുപ്പിന്റെ കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ. അവർക്ക് ഓരോ മന്ത്രിസ്ഥാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ വകുപ്പ് ചില തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് എന്നുള്ള കാര്യത്തിൽ അനൂപ് ജേക്കബ് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ RSPക്ക് ടൂറിസം, വൈദ്യുതി വകുപ്പുകൾ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നത് തൊഴിൽ വകുപ്പാണ്. ആ വകുപ്പ് തന്നെ അവർക്ക് ലഭിക്കാനാണ് സാധ്യത. അതിനൊപ്പം ടൂറിസം കൂടി എങ്കിലും വേണമെന്ന നിലപാട് അവർ എടുക്കുന്നുണ്ട്. ഇപ്പുറത്ത് CMB തുറമുഖവും സഹകരണവും നേരത്തെ MV രാഘവൻ ഉണ്ടായിരുന്ന സമയത്ത് ആ 2 വകുപ്പുകളായിരുന്നു. ആ 2 വകുപ്പ് വേണമെന്നാണ് അവരുടെ ആവശ്യം. പക്ഷെ അതിൽ തുറമുഖം കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. സഹകരണ വകുപ്പിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സഹകരണ വകുപ്പ് അവർക്ക് നൽകുമായിരിക്കും. പിന്നെയുള്ളത് അവരുടെ മുമ്പിൽ ഒരു കിറാമുട്ടി എന്ന് പറയുന്നത് RMBയും മാണി സി കാപ്പനുമാണ്. 2 പേരും മന്ത്രിസ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നിലവിൽ ഈ കണക്കെടുക്കുമ്പോൾ തന്നെ അത് മന്ത്രിസഭയുടെ എണ്ണം 21ആയി. വേറെ ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ മാത്രമേ ഈ RMBക്കും മാണി സി കാപ്പനെ ഉൾക്കൊള്ളാൻ കഴിയൂ. അവരെ 2 പേരെയും കൂടി ടേം വ്യവസ്ഥയിൽ 2.5 വർഷം എന്ന നിലയ്ക്ക് ഒരു ടേം വ്യവസ്ഥയിൽ അവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുന്നതിനെ കുറിച്ചും ആലോചിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്യാബിനറ്റ് പദവി അവർക്ക് നൽകേണ്ടി വരും. അത്തരം ചർച്ചകളൊക്കെയാണ് ഇന്ന് പ്രധാനമായും UDF ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് നടക്കുക. ശരി, എന്തായാലും കോൺഗ്രസിനകത്തെ മന്ത്രി വിഭജനമാണ്, വകുപ്പ് വിഭജനമാണ് ഏറ്റവും കീറാമുട്ടിയായിട്ടുള്ളത് എന്നാണ് സുനിൽ ഐസക് പറയുന്നത്.